ആർ.ജെ. ബാലാജിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് എന്റർടൈനർ ചിത്രത്തിന് കറുപ്പ് എന്ന പേരിട്ടു. ഡ്രീം വാരിയർ പിക്ചേഴ്സാണ് ചിത്രം ഒരുക്കുന്നത്. 2 പതിറ്റാണ്ടിനു ശേഷം സൂര്യയും തൃഷയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. സംവിധായകനും നടനുമായ ആർ.ജെ. ബാലാജിയുടെ പിറന്നാൾ ദിനത്തിലാണ് ടൈറ്റിൽ റിലീസ് ചെയ്തത്. സൂര്യയുടെ 45ാം സിനിമ കൂടിയാണ് കറുപ്പ്. നടൻ മോഹൻലാലിനെ ആദരിച്ച ശ്രീലങ്കൻ പാർലമെന്റ്. ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ റിസ്വി സ്വാലിഹിന്റെ ക്ഷണപ്രകാരമാണ് മോഹൻലാൽ പാർലമെന്റിലെത്തിയത്. സമ്മേളനം നടക്കുന്നതിടെയാണ് മോഹൻലാൽ സഭയിൽ ആദരിക്കപ്പെട്ടത്. ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ റിസ്വി സ്വാലിഹ് മോഹൻലാലിനെ സഭാംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് താരം ശ്രീലങ്കയിലെത്തിയത്. ശ്രീലങ്കൻ പാർലമെന്റ് തനിക്ക് തന്ന ആദരവിൽ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ നന്ദി അറിയിച്ചു. ബോളിവുഡ് താരം അജയ് ദേവ്ഗൺ പ്രധാന വേഷത്തിലെത്തിയ സൺ ഓഫ് സർദാർ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ സൺ ഓഫ് സർദാർ 2 റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ജൂലൈ 25-ന് ചിത്രം തിയേറ്ററുകളിലെത്തുമെന്ന് അജയ് ദേവ്ഗൺ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രം പൂർണ്ണമായും ഒരു ആക്ഷൻ ചിരിവിരുന്ന് ഒരുക്കുമെന്നാണ് പ്രതീക്ഷ. അരുൺ വൈഗ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. രഞ്ജിത്ത് സജീവ്, ഇന്ദ്രൻ, സംഗീത, ജോണി ആന്റണി, മഞ്ജു പിള്ള, സാരംഗി ശ്യാം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളം വെബ് സീരീസായ കേരള ക്രൈം ഫയൽസ് 2 പ്രേക്ഷകരിലേക്ക്. സീരീസ് ഇന്നു മുതൽ OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. കേരള ക്രൈം ഫയൽസ് 2 ദി സെർച്ച് ഫോർ CPO അമ്പിളി രാജു എന്നതാണ് സീരീസിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റേഷനിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവ പോലീസ് ഉദ്യോഗസ്ഥയുടെ അപ്രത്യക്ഷമാകലിന്റെ കഥയാണ് സീരീസ്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി OTTയിലേക്ക്. C5-ലാണ് ചിത്രം സ്ട്രീം ചെയ്തത്.